അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യം ഒന്നാം ഘട്ടത്തിൽ കൊടുക്കാനുള്ള കിറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ കൊള്ളാവുന്ന അത്ര സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഒരു കടബാധ്യത ഇല്ല എന്നുള്ളതാണ്. നാട്ടിലും പുറത്തൊക്കെയുള്ള ഉദാരമതികളായ കുറേ സഹോദരി സഹോദരന്മാരെ പിന്തുണയും പ്രാർത്ഥനയും, സെൻട്രലിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ കഠിന പ്രയത്നമെല്ലാം കൂടി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും സാധനം ഇവിടെ എത്തിയത്. ബിസ്മില്ലാ ഒന്നാം ഘട്ടം കിറ്റ് കൊടുക്കുന്ന 1300-ലധികം വരുന്ന വൈദവ്യം അനുഭവിക്കുന്ന സഹോദരിമാർക്കും ഏകദേശം 3000-ഓളം വരുന്ന അവരുടെ മക്കളുമാണ് നമ്മൾ ഒന്നാം ഘട്ടത്തിലുള്ളത്. കൂടെ തന്നെ മാരകമായ രോഗങ്ങൾ വന്ന് കിഡ്നി ക്യാൻസർ, ട്യൂമർ പോലുള്ള ഒരുപാട് രോഗങ്ങൾ വന്ന് പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലും കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ചികിത്സ കഴിഞ്ഞു പോയ, നമ്മളെ സൈക്യാട്രിക് ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, രണ്ടറ്റം മുട്ടാൻ പാടുപെടുന്ന കുറച്ച് സഹോദരി സഹോദരന്മാർ, ഇങ്ങനെ ഒരു 2000 ചില്ലാന ആളുകളാണ് നമ്മൾ ഒന്നാം ഘട്ടത്തിൽ കൊടുക്കണം. ഓരോ ഞായറാഴ്ചയും ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 1300 കുടുംബങ്ങളെന്ന് പറയുമ്പോൾ കുടുംബനാഥൻ്റെ തണൽ നഷ്ടപ്പെട്ട, ഭർത്താവിൻ്റെ താങ്ങും തണലും പോയ, പിതാവിൻ്റെ ലാളന നഷ്ടപ്പെട്ട ഒരു 2,000 കുട്ടികൾ, ഒരു വീട്ടിൽ 4-5 അംഗങ്ങളുള്ള കുടുംബങ്ങൾ. ഇപ്പോൾ 1300 കുടുംബങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതിൽ ഈ കഴിഞ്ഞ നോമ്പിന് ശേഷം മരണപ്പെട്ടു പോയി ഒരുപാട് കുടുംബനാഥന്മാരുണ്ട്. കഴിഞ്ഞിടത്ത് നോമ്പിന് അവരുടെ വീട്ടിലേക്ക് സാധനത്താൻ അവരെ വാപ്പുണ്ടായിരുന്നു. ആ സഹോദരിമാർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇതുകൊണ്ടല്ല സെൻറ്ററിൽ നിന്ന് കിട്ടുന്നൊരു കിറ്റ് അവരെ ആശ്രയിച്ചിട്ടില്ലാത്തവരായിരുന്നു. പഠിച്ചതിൻ്റെ തീരുമാനം അവർ ആ കുടുംബനാഥന്മാരൊക്കെ പോയി ഒരു കിറ്റിന് വേണ്ടിയിട്ടോ, നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ, പാർപ്പിടത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പലരും ഓരോ ഞായറാഴ്ച വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളാണ് ബിസ്മിയുടെ ഒന്നാം ലിസ്റ്റിലുള്ളത്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ഡയാലിസിന് വിധേയരായ, നിരന്തരം ചികിത്സ വേണ്ടി വരുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നിട്ട് കുടുംബത്തിൽ 2-3 ആളുകളുണ്ട്. കുടുംബനാഥൻ അധ്വാനിക്കാതെ പറ്റാഞ്ഞാൽ, കുടുംബനാഥൻ അധ്വാനിക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അനുഭവിക്കുന്ന വേദന നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഈ ലിസ്റ്റിലുള്ളത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ ഉത്തരവാദിത്തം ഏറ്റു പ്രവർത്തിക്കുന്ന ആൾ. ഇപ്പോൾ നമ്മൾ പൈസ കിട്ടിയാലും പൈസ ബാങ്കിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ നടക്കുമല്ലോ. യഥാവിധി നല്ല സാധനങ്ങൾ ഏറ്റവും മാന്യമായ വിലക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ജില്ലേൻ്റെ പല ഭാഗങ്ങളിലും പോയി സാധനങ്ങൾ സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല സാധനം മാന്യമായ വിലക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കൃത്യസമയത്തോടെ എത്തിച്ച് തന്ന് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരുപാട് പ്രവർത്തകന്മാർ അള്ളാഹു അവരൊന്നും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സാധനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അത് നമ്മളെ കുട്ടികൾ, നമ്മളെ സഹോദരിമാർ, നമ്മളെ സഹോദരന്മാർ, എല്ലാ ആളുകളും, ഒരാൾ 2 ആൾ 10 ആൾ 100 ആൾ, ഒരുപാട് കൈകൾ അധ്വാനിച്ചതിൻ്റെ പേരിലാണ് ഈ സാധനങ്ങൾക്ക് 10,000-കണക്കിൽ കീസുകൾ ഇവിടെ ഉണ്ടാവും. കാരണം 13 ഐറ്റം സാധനം ഒരു 3000-ഓളം കിറ്റുകളാക്കുമ്പോൾ എത്ര ഉണ്ടോ അതിൻ്റെ അത്ര ഗുണിച്ച് നോക്കിയാൽ അത്രയും പാക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാക്കുകളാക്കണമെങ്കിൽ ഒരുപാട് കൈകളിലൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒറ്റവാക്കിൽ പഠിച്ചോനെ ശുക്രിയ അൽഹംദുലില്ലാഹ് ഈ ആളുകൾക്ക് അതിന് തൗഫീഖ് വന്നു. അതെല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൽ ആരൊക്കെയുള്ളത്? സഹോദരന്മാർ, സഹോദരിമാർ, ചെറിയ ചെറിയ കുട്ടികൾ, അവർക്കിപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും റവയൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ കുറേ ആളുകൾ രാവു പകൽ വ്യത്യാസം. രാവിലെ 6 മണിക്ക് വന്ന ആളുകളുണ്ട്, 8 മണിക്ക് വരുന്ന ആളുകളുണ്ട്, 12 മണി കഴിഞ്ഞിട്ടും ഇവിടുന്ന് പോകാത്ത ആളുകളുണ്ട്. ഓരോരുത്തരുടെ ആരോഗ്യം സാഹചര്യമൊക്കെ അനുസരിച്ച്, കഴിവിൻ്റെ ആരോഗ്യം അനുസരിച്ച് എന്ന് പറഞ്ഞുകൂടാ, ആരോഗ്യത്തിൻ്റെ ഉള്ളതിലപ്പുറം ശരീരം ക്ഷീണിച്ചുകൊണ്ടാണ് പലരും പോയത്. പലരും പെന്നും പെൻസിലും കമ്പ്യൂട്ടറും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. സ്റ്റെതസ്കോപ്പും പെൻസിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളെ കൊണ്ട് മാത്രം പരിചയമുള്ള ആളുകളും കഠിനാധ്വാനം ചെയ്ത് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു വ്യത്യാസം ഇല്ലാതെ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുൻ പരിചയമുള്ള സംഗതികളാണോ എല്ലാം നോക്കാതെ ഇത് എനിക്ക് കിട്ടിയൊരു അവസരമാണ്. പഠിച്ച റബ്ബിനോട് പുണ്യം ചെയ്യാൻ, എനിക്ക് തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാൻ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണെന്ന അടിസ്ഥാനത്തിൽ ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പഠിച്ച റബ്ബി എല്ലാവരും സ്വീകരിക്കട്ടെ. അതോടൊപ്പം
ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരുപാട് സഹോദരിമാർ ഈ പാക്കിങ്ങിൻ്റെ ഇടയിൽ എല്ലാ ആളുകൾക്കും ചായ, ചോറ് ആവശ്യത്തിനനുസരിച്ച്. ഞങ്ങൾക്ക് വലിയ വലിയ ചാക്കുകൾ മറിക്കാൻ പറ്റൂല, ഒരുപാട് പൈസ ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഞങ്ങൾക്ക് ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്കാനും ചായ ഉണ്ടാക്കി കൊടുക്കാനും ചോറുണ്ടാക്കി കൊടുക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. പലരും പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളുണ്ട്, ശരീരം കൊണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ വരാൻ കഴിയാതെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ഏത് പ്രാർത്ഥനയും ഏതേത് സൽക്കർമ്മവും അള്ളാഹു എല്ലാവരും സ്വീകരിക്കട്ടെ എന്നുള്ളത്. ഒരു വീട്ടിലേക്ക് 46.5 കിലോ സാധനം ഉണ്ടാവും. 13 ഐറ്റം സാധനങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് അത് ഒരു 1-2 ചാക്കിലാക്കി വീണ്ടും പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആരിങ്ങോട്ട് വരുത്താതെ അതാത് നാടുകളിൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കഴിവിൻ്റെ പരമാവധി അവർക്ക് എത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ളൊരു പരിശ്രമം അത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതിന് വാഹനം തന്നെ സഹോദരങ്ങളുണ്ട്, സൗജന്യമായി വാഹനം വിട്ട് തരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പാക്ക് ചെയ്ത് അത് ലോഡ് കയറ്റി അതൊന്നും പൈസ പ്രതീക്ഷിക്കാനല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ, അതിന് വാഹനം തരുന്ന ആളുകൾ. അള്ളാഹു ഒരുത്തുന്നത് സ്വീകരിക്കട്ടെ. കിറ്റിൻ്റെ പൈസ നമുക്ക് വേണ്ട, പക്ഷെ നമുക്ക് മുന്നിൽ പൈസ വേണ്ടെന്നെല്ലാം നമ്മൾ പറയണേ. ഇവിടെ 3000-ഓളം വരുന്ന ഇപ്പം ഇല്ലാത്ത മക്കൾ നമ്മളെ മുന്നിലുണ്ട്. ആ മക്കൾക്ക് പുത്തനുടുപ്പ് വാങ്ങി കൊടുക്കണം. ഇപ്പോൾ നോമ്പായിട്ട് തീരുമ്പോഴേക്ക് തന്നെ ഇപ്പം ഇല്ലാത്ത കുട്ടികളൊരു 3000-ത്തിലധികം ഈ സെൻറ്ററിനെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് കിറ്റ് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവും. പക്ഷെ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലുള്ള ആഗ്രഹം, പഠിച്ചവനെ കഴിഞ്ഞ കൊല്ലം കുട്ടിക്ക് ഉടുപ്പുകൾക്കും ബാപ്പ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ കൊല്ലം പെരുന്നാളിന് പുതുവസ്ത്രം എടുക്കാൻ ബാപ്പാൻ്റെ വിരൽത്തുമ്പുകളും പിടിച്ചിട്ടാണല്ലോ തുണിഷാപ്പ് പോയത്, ഇന്ന് ആ വിരൽ തുമ്പുകൾ കവറിലാണല്ലോ, ആര് കൊടുക്കും ഈ കുട്ടിക്ക് ഒരു ഉടുപ്പ് എന്ന് ആഗ്രഹിക്കണേ എന്ന് പ്രതീക്ഷിക്കണേ. ആ ഉടുപ്പിൻ്റെ കാര്യം വേദന കൊള്ളുന്ന ഒരുപാട് ഉമ്മമാരും ഉടുപ്പ് കിട്ടാൻ ആഗ്രഹിക്കേണ്ട ഒരു മക്കളുണ്ട്. നമ്മൾ ഉത്തരവാദിത്തം അവിടെ അവസാനിക്കണില്ല. നമ്മൾ ഈ കിറ്റ് കൊടുത്തു അൽഹംദുലില്ലാ റാഹത്തായി എന്ന് പറഞ്ഞിരിക്കാതെ ഇത് കഴിയുമ്പോൾ നമുക്കൊരു മറ്റൊരു ഉത്തരവാദിത്തമാണ്. ഏകദേശം 3000-ത്തിലധികം വരുന്ന മക്കൾക്ക് വസ്ത്രം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പല സഹോദരിമാരും മക്കൾക്ക് വസ്ത്രം കിട്ടി അത് തന്നെ മതി. കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരൻ, അന്ന് എത്ര സഹോദരിമാരാണ് വൈദവ്യം അനുഭവിക്കുന്നവരും 1500-ഓളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സഹോദരിമാർക്കും ഒരു പർദ്ദ എടുത്ത് കൊടുത്തോളി എന്ന് പറഞ്ഞു. 1500 സഹോദരിമാർക്ക് 1500 റുപ്യ വരുന്ന പർദ്ദ എടുത്തു കൊടുത്തപ്പോൾ ആ സഹോദരിമാർ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഇല്ലെങ്കിലും തിരക്കടില്ല. ഭർത്താവ് ഉണ്ടേന കാലത്ത് 2 കൊല്ലം മുമ്പ് ഒരു പുതിയ വസ്ത്രം ധരിച്ചതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പുതിയ വസ്ത്രം എടുക്കലില്ല. അപ്പുറത്തെ വീട്ടിലും കുടുംബത്തിലും പലരും വസ്ത്രം എടുത്തതിൻ്റെ ശേഷം മക്കൾ ഇമ്മ എന്നാ ഉടുപ്പെടുക്കണമെന്ന് മക്കളെ ചോദ്യത്തിന് മുമ്പിൽ ഇടറിപ്പോണ ദിവസങ്ങളായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കിട്ടില്ല, അതെന്നെ മതിയെന്ന്. പല സഹോദരന്മാരും പറഞ്ഞു 5 വർഷമായിട്ട് ജീവിതത്തിൽ പുതിയ പർദ്ദട്ടിട്ടില്ല, 2 വർഷമായിട്ട് ഒരു പർദ്ദട്ടിട്ടില്ല, ഭർത്താവ് മരിച്ചതിൻ്റെ ശേഷം പുതിയൊരു പർദ്ദട്ടിട്ടില്ല. ഞങ്ങളൊക്കെ അടുത്ത വീടുകളിൽ പണിക്ക് പോകുന്ന ആളുകളെ പർദ്ദ വാങ്ങിയിടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കിട്ടലാണ്. പക്ഷേ ഈ മക്കളെ കിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓൽക്കത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അത് ഈ വസ്ത്രം കിട്ടിയത് വലുതായെന്ന്. ഇത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ കൊല്ലം ഉടുപ്പെടുത്തു കൊടുക്കുന്ന പല രക്ഷിതാക്കളും ഖബറിലാണെങ്കിൽ ആ മക്കളെ ഉത്തരവാദിത്വം നമ്മളിലാണുള്ളത്. ആ മക്കൾ പുതിയ വസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വേറെ ഒരുപാട് മനുഷ്യന്മാർ, സക്കാത്തിൻ്റെ അവകാശികളായ ഒരുപാട് മനുഷ്യർ, കടക്കാരനും മിസ്കീനും ഫക്കീറും. സക്കാത്തിൻ്റെ 8 കൂട്ടരും അവകാശികളിൽ 3 കൂട്ടർ ഒന്നിച്ചു വരുന്ന ആളുകളാണ് പലപ്പോഴും ഇവിടെ വരുന്നത്. കഴിഞ്ഞ കൊല്ലം അധ്വാനിച്ചിരുന്നു, കൊല്ലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ലാബ് റിപ്പോർട്ട് കിട്ടി, ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടി, പേര് മാറിപ്പോയി, എനിക്കിനി ഡയാലിസിസ് ആണ് എൻ്റെ പണി, അതല്ല എനിക്ക് RCCക്ക് പോകാനാണ് പണി. അവളെ സംബന്ധിച്ച് ആ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് RCCക്ക് പോകാൻ പൈസ ഉണ്ടാക്കണോ, മക്കളെ വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും അവരെ പുതുവസ്ത്രത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണോ. 1.5 ദിവസം ഡയാലിസിന് പോകുന്ന ആളുകൾക്ക് നേരെ കടലിൽ നിന്ന് മീനിനെ പിടിച്ച് കരയിലിട്ടാൽ പിടക്കുന്നത് പോലെ ഡയാലിസിൻ്റെ സമയത്ത് ഡയാലിസിസ് ചെയ്തിട്ടില്ലെങ്കിൽ ശ്വാസതടസ്സം തുടങ്ങും. ഒരു 1200 രൂപ കിട്ടിയാൽ ഡയാലിസിസ് സെൻ്ററിൽ പോകണം. അതിൽ 1200 രൂപ കിട്ടിയാൽ കുട്ടിക്ക് കിറ്റ് വാങ്ങണോ, വസ്ത്രം വാങ്ങണോ, കുട്ടികളെ സ്കൂളിലെ കാര്യം നോക്കണോ. ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് മാസാന്ത പെൻഷൻ ആദ്യമൊക്കെ കുറച്ച് കാര്യമായിട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ വളരെ ചെറുതെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് സക്കാത്തിൻ്റെ വീതം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സക്കാത്തിൻ്റെ വീതം കിട്ടേണ്ടതുണ്ട്. അപ്പം നമ്മൾ തരുന്ന ആളുകളൊക്കെ സക്കാത്തിൻ്റെ വീതം കിട്ടിയാൽ നമ്മൾ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രണ്ടറ്റം മുട്ടാൻ പാടുകൊണ്ട് ഒരുപാട് മനുഷ്യന്മാർ ഒരു കാലഘട്ടത്തിൽ കൊടുത്ത് മാത്രം ശീലിക്കുന്ന ഒരുപാട് ആളുകളെ സഹായിച്ച് മാത്രം പരിചയമുള്ള ആളുകൾ പലപ്പോഴും ആവശ്യക്കാരായി മാറുന്ന സാഹചര്യമാണ് രോഗം എന്നുള്ളത്. ഒന്നിടവിട്ട് ഡയാലിസിസ് ചെയ്യുന്ന 670ഓളം ആളുകൾ ഇവിടെ പേര് രക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു പണിക്ക് പോകും? ഇന്ന് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വരെ തളർന്ന് കിടക്കുകയാണ്. നാളെ ഉച്ച കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും, പക്ഷെ മറ്റന്നാൾ രാവിലെ വീണ്ടും ഒരു
പീടികയിൽ ഒരു പണിക്കാനൊരു സെയിൽസ്മാനായിട്ട് വെക്കുമോ? അവനൻ്റെതായിട്ടൊരു കടലക്ക വറക്കാൻ ഇന്ന് കടലക്ക ഉണ്ട്, ആൾ നാളെ തുറക്കില്ല. ആരും കടലക്ക അങ്ങ് സ്ഥിരമായിട്ട് വരുമോ? ഒന്നും ചെയ്യാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളും വൈദ്യവ്യം അനുഭവിക്കുന്ന ആളുകളും അനാഥത്വം അനുഭവിക്കുന്ന ആളുകളൊക്കെ നമ്മളെ ചുറ്റുപാടിൽ എമ്പാടുണ്ട്. അപ്പോൾ എവിടെയാണ് പട്ടിണി, എവിടെയാണ് കഷ്ടപ്പാട്? അതോ പണിക്ക് പോകാത്തതുകൊണ്ടോ അല്ല. പക്ഷെ ഇന്നലെ വരെ അന്യ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പരിചയമില്ലാത്ത സഹോദരിമാർ ഇത്തരമുള്ള കൈക്കുട്ടികളേറ്റ് നടക്കുമ്പോൾ ആ കുട്ടി വൈധവ്യം അനുഭവിക്കണം. മിസ്കീൻ്റെ കാര്യത്തിൽ, അർമ്മലത്തിൻ്റെ കാര്യത്തിലും വിധവൻ്റെ കാര്യത്തിലും പരിശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരിച്ച് കൂലി കിട്ടും. രാത്രി ഒന്നും താജീസ് വെച്ച് കൂലി കിട്ടും, പകലഞ്ചോളം നോമ്പോട്ട് കൂലി കിട്ടും നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വൈധവ്യം അനുഭവിക്കുന്ന സഹോദരിമാരെ യതീമക്കളെ ആരെങ്കിലും വീടുകൾക്ക് കൈയാട്ടാൻ പറ്റുന്ന പറയും നമുക്ക് കൈയാട്ടണം. നമ്മൾ ആരെ മുന്നിലും പോയി കൈയാട്ടും. അത് ചോദിച്ചിട്ടിതാ അത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചാണ്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതിനാണ് നമ്മൾ സഹായിച്ചത്. ഒരു അന്യമനുഷ്യൻ്റെ പേരിൽ ഒന്നും പോയി ചോദിച്ചിട്ടില്ലാത്ത, ഒരു അന്യപുരുഷനെ കണ്ടിട്ടില്ലാത്ത സഹോദരി ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം 15 ദിവസമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്, 30 ദിവസമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്, പലരും 4 മാസം 10 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ചിലരെങ്കിലും പിടിച്ചു നിൽക്കും 4 മാസം 10 ദിവസം വരെ. എന്തുകൊണ്ട് ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ വാപ്പാരിപ്പോഴൊക്കെ നിലവിൽ ബിസ്മില്ല 1300 സഹോദരിമാരെ ഭർത്താക്കന്മാരെ അതാത് മഹലിലെ പള്ളിക്കാട്ടിൽ മറവ് ചെയ്തിട്ടാണല്ലോ. അവരെ മറവ് ചെയ്യാൻ കുറേ ആൾക്കാർ ആ കുട്ടികളെപ്പാൻ അവരുടെ പള്ളിക്കാട്ടിൽ കൊണ്ട് മറവ് ചെയ്തതിന് ശേഷം ആ മക്കളൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 10, 50, 60, 120 കിലോമീറ്റർ, നേരത്തെ എണ്ണി സൂചിപ്പിച്ചു തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിന് ചില ഭാഗങ്ങളിൽ പകൽ പോലും 10 മണി 12 മണിക്ക് പോലും കാട്ടാനകൾ ഇറങ്ങി ഭീഷണിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിങ്ങോട്ട് എത്തിപ്പെടാൻ പോലും അവർക്ക് സാധിക്കാത്ത രീതിയിൽ ഭയപ്പാടോട് ജീവിക്കുന്ന ഒരുപാട് മലമ്പ്രദേശത്ത്, കാട്ടുപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ. തീരദേശങ്ങളിലാണെങ്കിൽ കടലിൽ മീനില്ലാത്തതിൻ്റെ പല സമയങ്ങളിലും പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ, തീരദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ. ഇങ്ങനെ ടൗണിലാണെങ്കിലും മലയോര പ്രദേശങ്ങളിലാണെങ്കിലും തീരദേശങ്ങളിലാണെങ്കിലും ഒക്കെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. ഇത്ര പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരെ പ്രയാസങ്ങൾ അകറ്റാൻ ആവുന്നതൊക്കെ ചെയ്തു കൊടുത്താൽ അത് സമ്പത്ത് കൊണ്ടാവാം, ശരീരം കൊണ്ടാവാം, രണ്ടാണെങ്കിലും ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നാളെ പടച്ച റബ്ബ് നമ്മളെ രക്ഷിക്കും. എല്ലാ വർഷവും മലപ്പുറം ജില്ലയിലെയും കേരളത്തിൻ്റെ മറ്റു പല ജില്ലകളിലെയും വളരെ അത്യാവശ്യമുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണ കിറ്റ് നൽകുന്ന, റംസാനിലെ കിറ്റ് നൽകുന്ന പ്രവർത്തനം ബിസ്മി വളരെ നല്ല നിലയിൽ നടത്തി വരുന്നുണ്ട്. ഈ സംവിധാനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളോളമായി ഈ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളുമായി സഹകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് 3000-3000-ത്തിലധികവും കിറ്റുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ വലിയ ഉദ്ദേശമുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് മാത്രമുണ്ട്. ചാരിറ്റിക്ക് വേണ്ടി ഒരു ചാരിറ്റി എന്നുള്ളതിലുപരി പരലോകത്ത് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. അള്ള പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചു, മതനിഷേധിയെ നീ കണ്ടുവോ? ആരാണ് മതനിഷേധി? മതനിഷേധി എന്ന് പറഞ്ഞാൽ അനാഥ നിഷ്കരണം പായിപ്പിക്കണമെന്നാണ്. മിസ്കിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തവനാണ്, മിസ്കിൻ്റെ കാര്യത്തിൽ പറ്റി സംസാരിക്കാൻ കഴിയാത്തവനാണ്. അപ്പം മതനിഷേധിൻ്റെ ഗണത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസപരമായ ഒരു ബാധ്യത എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഏറ്റെടുത്തത്. ഒരു റിലീഫ് സംവിധാനം നടത്തിയതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു കച്ചവടത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞു, തുഅ്മിനൂന ബില്ലാഹി വറസൂലി എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. സമ്പത്തും ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇതിൽ സമ്പത്തും ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. സമ്പത്ത് വേണ്ടതുപോലെ ഇല്ലാത്തതുകൊണ്ട് ശരീരം കഴിവിൻ്റെ പരമാവധി ഈ പ്രവർത്തനങ്ങൾ ചെലവഴിക്കുന്നവരുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുന്ന് ശരീരം ഈ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റാത്ത സഹോദരിമാരും സഹോദരനും അവിടെ നിന്നുകൊണ്ട് സമ്പത്ത് കൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. രണ്ടും ഒന്നിച്ചു പോകുന്ന ആളുകളുണ്ട്.
രണ്ട് ചെയ്യുമ്പോഴും പഠിച്ച റബ്ബ് പറഞ്ഞത്, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന്. അപ്പോൾ വേദനയുള്ള ശിക്ഷ വരാണ്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചവടമാണിത്. ഈ അള്ളാഹിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആ അർത്ഥത്തിലൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഈ നോമ്പിൽ അവശേഷിക്കേണ്ടതല്ല. ഓരോ ഞായറാഴ്ചയും നൂറുകണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 360 ദിവസം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ. നോമ്പ് ഒരു സീസൺ വർക്ക് മാത്രമല്ല, 360 ദിവസം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഇട്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 1300 സഹോദരിമാർക്ക് ഇപ്പോൾ ഒരു മാസം, ഒരു കുട്ടിയാണെങ്കിൽ 2000, 2 കുട്ടികൾ 3000, 4000, 5000 വരെ മാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളാരും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതല്ല. അവനവനെ കൊണ്ട് കഴിയുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ഉദാര മനസ്സുള്ള സഹോദരി സഹോദരന്മാർ നാട്ടിലും പ്രത്യേകിച്ച് പുറത്തൊക്കെ ഉള്ള ആളുകളെ പിന്തുണയും പ്രാർത്ഥനയും തന്നെയാണ് ഇത്തരം ആളുകൾ മുന്നോട്ടുണ്ടാകാൻ പറ്റുന്നത്. അള്ളാഹു ഇതിൽ ഈ മാസം ഈ സ്കോളർഷിപ്പ് തരുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ഈ കിറ്റിന് പൈസ തന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ പഠിച്ച റബ്ബ് അവരൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ തരുന്ന ആളുകൾ കൃത്യമായ വിശ്വാസമുണ്ട്, പഠിച്ച റബ്ബിൻ്റെ അടുത്ത് കിട്ടും. ഇതിനുവേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളിൽ സമ്പത്ത് ചെലവഴിച്ചാലും സമയം ചെലവഴിച്ചാലും കിട്ടും. നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു വഴി പഠിച്ച റബ്ബ് നമുക്ക് കാണിച്ചു തന്നത് ഖുർആനിൽ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ആളുകൾ ഇവിടെ കൊടുത്താൽ അത് അർഹതപ്പെട്ട കൈകളിലെത്തും എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ പൂർത്തീകരിച്ച് നമ്മൾ ഇത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് കൂടി ആലോചിച്ചതും ഇതിൻ്റെ പർച്ചേസിങ്ങിന് പോയതും സാധനം ഇവിടെ എത്തിയതും ഇതിവിടെ പാക്ക് ചെയ്ത് തന്നതും ഇപ്പോൾ ഇവിടെ എത്തിയതും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ തന്ന എല്ലാ ആളുകൾക്കും, ശരീരം കൊണ്ട് അധ്വാനിച്ച ആളുകൾക്കും, ഏതേതെല്ലാം രീതിയിൽ ഇതിനോടൊപ്പം ഒരു മിനിറ്റ് സമയമോ അങ്ങനെയൊക്കെ ചെലവഴിച്ച ആളുകളുണ്ടെങ്കിലും നാട്ടിലും പുറത്തുള്ള എല്ലാ ആളുകളും ഒരു നോട്ടം കൊണ്ടോ തേട്ടം കൊണ്ടോ ഒരു 100 റുപ്യ കൊണ്ടോ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഇതിൻ്റെ ഒപ്പം നിന്ന എല്ലാ സഹോദരി സഹോദരന്മാർ അള്ളാഹു ദുന്യാവിൽ സമാധാനം സ്വർഗത്തിൽ ഉന്നത പദവി നൽകട്ടെ. അതൊരു നേരത്തെ മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ കാലങ്ങളോളം ചെയ്തു വരുന്നൊരു വഴി എനിക്കാകെ ഈ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരും സഹോദരിമാർക്കും ഈ സമൂഹത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരൊറ്റ പഠിച്ചവനെ ഒരു റിയാലോ ഒരു ദിർഹമോ ഒരു റുപ്യ ബിസ്മിക്ക് തന്ന ഒരു മനുഷ്യന് ഈ നഷ്ടക്കാരാക്കരുത്. അവരെ ദുന്യാവിലും ആഖിറത്തിലും സമാധാനം സന്തോഷം കൊടുക്കണമെന്ന് പ്രവർത്തിക്കലുണ്ട്. അത് പ്രാർത്ഥിക്കാത്തൊരു വക്തും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഞാനത് ഉറപ്പിൻ്റെ മനസ്സിൽ എനിക്ക് അല്പെങ്കിലും ഒരു ഇത്തിരി എനിക്ക് ഒരു സെക്കൻഡ് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ പഠിച്ചവനെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു പോണ ഒരുപാട് ആളുകളുണ്ട്. ഓരോ ആളുകൾക്കും ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും പ്രയാസവും അതെല്ലാം മാറ്റി വെച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. ശരീരം കൊണ്ട് കഠിനാധ്വാനം പഠിച്ച ഇത്ര ആളുകളും ഈ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണം. അപ്പം നമ്മളെ പ്രവർത്തകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് തുടർന്നു കൊണ്ടേയിരിക്കണം. ഒരു റിയാലോ ഒരു ദിർഹമോ ബിസ്മിക്ക് തന്ന ഒരാളെയും പടച്ചോനെ നഷ്ടക്കാരാക്കരുത്. പടച്ചോനെ മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ഈ പ്രവർത്തനത്തിന് വേണ്ടി ഉറക്കൊഴിവാക്കി വീട് വിട്ട് ത്യാഗം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ ദുന്യാവിലും നാളെ ആഖിറത്തിലും ഉന്നത പദവി കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗത്തിലൊരു ഉന്നത സമൂഹം, ഒരു കൂട്ടായിട്ട് ബിസ്മിനെ സാമ്പത്തികമായി സഹായിച്ച ഒരു വൻ സമൂഹങ്ങൾ, ബിസ്മിലിൻ്റെ ഒരുപാട് ഗുണം കിട്ടിപ്പോയ ഒരുപാട് സഹോദരി നൂറുകണക്കിന് 10000കണക്കിന് ആളുകളാണ് 30 കൊല്ലം കൊണ്ട് ബിസ്മിൽ കടന്നു പോയി. 10000കണക്കിന് ആളുകൾ 30 കൊല്ലം കൊണ്ട് എല്ലാ മേഖലയിലും കടന്നു പോയിട്ടുണ്ട്. അനാഥ കുടുംബം കഴിഞ്ഞിട്ടുണ്ട്, രോഗമുള്ളവർ കടന്നു പോയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ നമ്മൾ ഈ 30 കൊല്ലമായിട്ട് പല ഘട്ടങ്ങൾ മാറി മാറി വന്ന് നമ്മൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചെന്ന് നമ്മൾ പ്രവർത്തിക്കാനൊരു ഊർജം തന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, നമ്മളെ പ്രവർത്തകന്മാരുണ്ട്. നമുക്ക് അതാവിധി ആവശ്യമുള്ള അറിവ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നത്. ഈ പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുന്നത് എന്തുകൊണ്ട് നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള അറിവുകൾ തന്ന പണ്ഡിതന്മാർ ഈ 30 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാൻ കഴിയാതെ ബിസ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പലരും കാണുമ്പോൾ സമ്പത്തും സൗകര്യമൊക്കെ ഉള്ള ആളുകൾ പറയും ഞാൻ എന്നും ബിസ്മിക്ക് പ്രാർത്ഥിക്കലുണ്ടെന്ന്. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബിസ്മി ചെയ്യണ അതൊരു ഈ നന്മ കാണുമ്പോൾ ഉള്ളിലുണ്ടല്ലോ പടച്ചോനെ ഈ പ്രവർത്തനങ്ങൾ നിലനിർത്തണേ, പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം കൊടുക്കണേ, അവർ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹാന്മാരായ ആളുകൾ ഓല് ത്യാഗം ചെയ്തതിൻ്റെ
1% പോലും ത്യാഗം ചെയ്യാതെ ആണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് നേരെ ഒരാൾ പോലും നമ്മളെ ചൂണ്ടിട്ടില്ല. ഒരാൾ പോലും ഈ 30 കൊല്ലത്തിൻ്റെ ഇടയിൽ പ്രവർത്തനത്തിന് കൃത്യമായിട്ട് തടസ്സം നിൽക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും മനസ്സിലൊരു പക്ഷേ ഇത് തകർക്കാനും നശിപ്പിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു അതിൻ്റെ കടക്കനെ കത്തിവെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. ഇത്ര സമാധാനത്തിൽ പ്രവർത്തിക്കാൻ രാവും പകലും ഞാൻ നിർബന്ധം പിടിച്ചുകൊണ്ടാണ് 10 മണിക്ക് 11 മണിക്കൊക്കെ ഇവിടുന്ന് കുട്ടികൾ പോയത്. പലർക്കും ഞാനത് പറയുമ്പോൾ ഇഷ്ടമുണ്ടായില്ല. ചോൽക്കൊല്ല തടി മറന്നിട്ട് ഒരു 12 മണി 1 മണി വരെ ഞാനൊന്ന് മൂളി കിട്ടിയാൽ നേരം പുൽക്കോളും പണിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ എന്നിട്ടൊന്നും ഒരു തകരാറും നമ്മളെ പറ്റാതെ നമ്മളെ ഈ രീതിയിൽ കാത്തുരക്ഷിക്കുന്ന ഒരു പടച്ചോ നമ്മളൊപ്പം ഉണ്ട്. ആ അള്ളാഹുവിലാണ് നമ്മൾ ബലപ്പിക്കുന്നത്. പടച്ചോൻ ആ രീതിയിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ ഇനിയും ഈ ഭൂമിയിൽ ആവശ്യക്കാരുള്ളിടത്തോളം കാലം ഏതേത് ആവശ്യത്തിനൊരാൾ കടന്നു വന്നാലും കഴിവിൻ്റെ പരമാവധി ഓരോടൊപ്പം നിൽക്കാൻ അള്ളാഹു നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരായി പോകരുതിൻ്റെ സംസാരം. ആ രീതിയിൽ അള്ളാഹ് കാണും, അള്ളാഹിന് മറുപടി പറയേണ്ടി വരുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി മരണം വരെ പ്രവർത്തിക്കാൻ നമുക്ക് ഓരോ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ കാലശേഷം ഇത് അതാവിധി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ സെക്കൻഡ് സമയം പഠിച്ചവനോട് മറുപടി പറയേണ്ടി വരും. ഇവിടെ വരുന്ന ഓരോ പൈസക്കും അത് ഏതേത് രീതിയിൽ ചെലവഴിച്ചു എന്നുള്ള റബ്ബിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. അള്ള തന്നെ ഓരോ അനുഗ്രഹങ്ങൾക്കും നാളെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ള ഒരു പിന്തുടർച്ചക്കാരെ ഇന്ന് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. കണ്ണടച്ചിട്ട് നമുക്ക് പറയാൻ പറ്റിയിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കാരക്കച്ചൊള ഇവിടെ നിർത്തി തൊള്ളയിലിട്ടിട്ടില്ല. അത് എനിക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ കഴിയും, ഇങ്ങൾക്കും പറയാൻ കഴിയും. ഞാനും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വരുന്ന ബൈത്തുൽമാലിലെ പൈസ കൊണ്ടല്ല. ഡോക്ടറായാലും മുസ്ലിമായാലും മഷാക്കായാലും മഷറഫൊക്കെയായാലും ആരൊക്കെ സ്വകാര്യമായിട്ട് വരക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ എടുക്കണോണ്ട് ഇന്നാണ്ട് പറയുന്നത്. ആരൊക്കെ ചെയ്തിട്ടുണ്ട് 1 റിയാലോ ദിർഹമോ അവനവൻ്റെ പൈസ കൊണ്ടതിനകത്ത് മാത്രമാണ് ഇവിടുന്ന് നാരങ്ങളും കുടിച്ചതും ഇവിടുന്ന് ചോറ് വെച്ചതും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. ആ ഒരു മാതൃക, ആ പിന്തുടർച്ച എന്നൊന്നും നിലനിർത്താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആ രീതി തന്നെ പഠിച്ചവനും ഈ ഒരു സംവിധാനത്തെ നിലനിർത്തി പഠിച്ചവനോട് മുന്നിൽ റബ്ബേ ചെയ്തിട്ടുണ്ട്, പോരായ്മകൾ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ഈ കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ കോപത്തെ അതിജയിക്കണ കാരുണ്യത്തിൻ്റെ ഉടമയായ പഠിച്ചവനെ ഇത് ഞങ്ങളെല്ലായിടത്തും സ്വീകരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അർത്ഥത്തിൽ പഠിച്ചവനും നമ്മളെ ഈ കിറ്റിന് പൈസ തന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാരും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ തരാൻ തന്നെ സഹോദരനുണ്ട്. ആ സഹോദരന് അള്ളാഹു തല ബർക്കത്ത് കൊടുക്കട്ടെ. സഹോദരൻ ഇപ്പോൾ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പറയാൻ ഞാൻ വൈകിപ്പോയി. എന്നോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ കാര്യം പറഞ്ഞു വൈകിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിട്ടുപോയതാണ്. ഇന്ന് ഉള്ളി കൊടുത്തേക്കാൻ സഹോദരനുണ്ട്. ആ സഹോദരൻ അള്ളാഹു തആല ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കട്ടെ. അതുപോലെ നമുക്ക് സ്കോളർഷിപ്പ് തരുന്ന ആളുകൾ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മത്സ്യം തരുന്ന ആളുകൾ, ഇടയ്ക്ക് മാംസം തരുന്ന ആളുകൾ, വീട് പണിക്ക് പൈസ തരുന്ന ആളുകൾ, ₹1 ദാനം എന്നുള്ള പദ്ധതിയിൽ ₹1 തന്ന സഹോദരിമാർ, അങ്ങനെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇതിനോടൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മളൊപ്പം ഉണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു ഈ ഭൂമിയിൽ സമാധാന ജീവിതവും നാളെ സ്വർഗത്തിൽ ഉന്നത പദവിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മി തുടങ്ങിയത് പോലെ ഇന്നോളം ഞങ്ങളെ സഹായിച്ചു ₹1 റിയാലോ ₹1 ദിർഹമോ തന്ന ആളുകൾ, 1 മിനിറ്റ് സമയമോ ദിവസങ്ങൾ ഇതിനൊപ്പം തന്ന ആളുകൾ, കുടുങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരെ അള്ളാഹു സഹായിക്കണം. നമുക്ക് ആവശ്യമായ ഇൽമുകൾ തന്ന് ആവശ്യാനുസരണം ദീന് പഠിപ്പിച്ചെന്ന് ഒരുപാട് സഹോദരന്മാർ, അവരെ അള്ളാഹു സഹായിക്കട്ടെ. അങ്ങനെ ഈ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യാത്രയിൽ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും മനസ്സുകൊണ്ടും 1 മിനിറ്റ് സമയം 1 സെക്കൻഡ് സമയം ചിന്ത കൊണ്ട് പോലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ പഠിച്ചോനെ ഇത് നഷ്ടക്കാരാക്കാതെ സ്വർഗത്തിൽ ഉന്നത പദവി ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ പേരിൽ ഔദാര്യം കൊണ്ട് ആക്കി തന്നെ പഠിച്ചോനെ. ഈ ഒരു സംവിധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അറിഞ്ഞും അറിയാതെയും ശ്രമിക്കുന്ന ആളുകൾ പഠിച്ചോനെ എല്ലാ കെടുതലുകളിൽ നിന്നും കാത്തു രക്ഷിക്കണം തമ്പുരാൻ. ഞങ്ങൾ നിസ്സഹരാണ്. ആരോടും പ്രതികരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് കഴിവില്ല എന്ന് ഉറപ്പാണ് പഠിച്ചവനെ. ഞങ്ങളങ്ങനെ ആ ഒരു മനസ്സും ഞങ്ങൾക്കില്ല. ഇതിൻ്റെ എതിരെ പ്രവർത്തിക്കണ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നിസ്സാരാക്കി ഇതിൻ്റെ പ്രവർത്തകന്മാരെ സമൂഹത്തിൽ മോശക്കാരാക്കി ഇതിനെ നിഷ്കരണം നശിപ്പിക്കാൻ ശ്രമിക്കണം എല്ലാ കെടുതലുകളിൽ നിന്നും പഠിച്ചവനെ അവർക്ക് കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കി കൊടുക്കേണ്ടത് കൊടുത്ത് ഈ സംവിധാനത്തെ നിലനിർത്തണേ തമ്പുരാനെ. ഈ സംവിധാനത്തിൻ്റെ പേരിൽ അത്ര
പേര് മാനസികമായി തകർന്നിട്ട് ഇതിനെ നയിച്ച് കൊണ്ടുനടക്കാൻ കഴിയാത്തിട്ട് തകർന്നു ധരിപ്പണ മുന്നേ ഒപ്പം നിൽക്കുന്ന സഹോദരന്മാരുണ്ട്. ഇതിന് ഊർജ്ജം നൽകി പിടിച്ചു നിർത്താൻ പിന്തുണയും പ്രാർത്ഥന തന്നെ ഓരോ സഹോദരന്മാർ പേരുകളെ പറയില്ല, പഠിച്ചവർക്കൊക്കെ മനസാന്നിധ്യവും നല്ല ദീർഘദൃഷ്ടിയും കാഴ്ചപ്പാട് നൽകി അനുഗ്രഹിക്കണം. തമ്പുരാനെ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വഅസ്സലാമു അലൈക്കും.